ഇന്നത്തെ യാത്ര ബാന ഹിൽസിലേക്കാണ്. ഇപ്പോൾ ബാന ഹിൽസിലേക്കാണ് പോകുന്നത്. രാവിലെ ഒരു 8:30 ഇവിടെ നിന്ന് ബസ് കിട്ടി. ബസ്സിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുലിയും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 10 അല്ല 9 ആകുമ്പോൾ എത്തുമായിരിക്കും. ബാക്കി അവിടെ. ഇത് ബാന ഹിൽസിലേക്ക് ബസ്സിലാണ് ഞാൻ പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ ബസ് കാത്ത് നിൽക്കാൻ വേണ്ടി ഒരു സ്ഥലം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ഏരിയ. ഒരു ബസ് സ്റ്റോപ്പാണ്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ വിയറ്റ്നാമിലെ ഒരു ബസ് സ്റ്റോപ്പ് കാണിച്ചെന്ന് മാത്രം. ഇത് ബസ്സിൻ്റെ ഉൾവശം. പോകുന്ന വഴിക്ക് നമ്മുടെ കേരളത്തിലെ പോലെ തന്നെയാണെല്ലാം. ഇത് ലാറ്ററൈറ്റ് സോയിലാണ്, ചെങ്കല്ലാണ്, കംപ്ലീറ്റ് കുഴിച്ചു നോക്കിയ ചെങ്കലാണ്. നമ്മുടെ ആലുവയിലും ഉള്ള മണ്ണ് ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഇവരെന്തോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് പോണ വഴിക്ക്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നെൽപ്പാടങ്ങളും. ഇത് കേരളമല്ലെന്ന് ആരും പറയില്ല. ശരിക്കും കേരളത്തിൽ പോണ പോലെ തന്നെയുണ്ട്. പിന്നെ റോഡൊക്കെ നല്ല നീറ്റാണെന്ന് മാത്രം. കേരളത്തിലും റോഡ് നീറ്റായിക്കൊണ്ടിരിക്കുന്നു. പോകുന്ന വഴിക്ക് കുളങ്ങളും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ കണ്ടാൽ ചില സ്ഥലത്തൊക്കെ ചൈനീസ് പോലെയൊക്കെ തോന്നും. അത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ബാന ഹിൽസിൻ്റെ അങ്ങോട്ടേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അവിടുത്തെ ബസ് സ്റ്റോപ്പാണ്. ബാന ഹിൽസ് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തെ ബസ് സ്റ്റോപ്പ്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നടന്നു പോകണം. ഇതൊരു റിസോർട്ട് കം റിക്രിയേഷണൽ സെൻ്ററാണ്. ഇത് സൺ ഗ്രൂപ്പ് ഏറ്റെടുത്തതാണ്. സൺ ഗ്രൂപ്പ് ഏറ്റെടുത്തിട്ടാണ് ഇതിന് റിസോർട്ട് കം റിക്രിയേഷൻ സെൻ്ററായിട്ട് മാറിയത്. ഇത് ശരിക്കും 19-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് കോളനിയായ ഒരു സ്ഥലമായിരുന്നു. ഇത് സൺ ഗ്രൂപ്പിൻ്റെ ഒരു സിമ്പിളാണ്. കണ്ടോ, സൂര്യന് കണ്ടില്ലേ. ഇനി ഇവിടെ നിന്ന് നമ്മൾ നടക്കണം അങ്ങോട്ടേക്ക്. ഉള്ളിലേക്ക് നടക്കുന്ന വഴിയൊക്കെ നല്ല അതിമനോഹരമാണ്. ഇവർ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് സൺ ഗ്രൂപ്പ് ഈ ഒരു തീം പാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് ഫ്രഞ്ച് കോളനി ആയിട്ട് 1923, 45 വരെയൊക്കെ അങ്ങനെ കിടക്കുമായിരുന്നു. പിന്നെ ഇത് അബാൻഡൻ മോഡലായിരുന്നു. പിന്നെ 2009 ഈ സൺ ഗ്രൂപ്പ് ഏറ്റെടുത്തത് പണിത് ഇപ്പോഴത്തെ ലെവലിലേക്ക് ആക്കിയത്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1500 മീറ്റർ ഹൈറ്റിലാണ് ഈ ഒരു ഏരിയ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു നോർമൽ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ 15 to 20 ഡിഗ്രീസിൻ്റെ ഇടയ്ക്കായിരിക്കും. അപ്പോൾ എപ്പോഴും കൂളായിരിക്കും. ഇതൊരു ബിൽഡിങ്ങിൻ്റെ മോഡലാണ്. എനിക്ക് ഇപ്പോഴത്തെ തീം പാർക്കിൻ്റെ ചെറിയ റിപ്ലിക്കയാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതും വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എവിടേക്കാണ് പോകേണ്ടതെന്നൊക്കെ ഇതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇതാണ് ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഈ മോഡൽ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലൊരു ചെറിയൊരു സംഭവം ഉണ്ടാവും. അവർ തരും, ചെറിയൊരു ബ്രോഷർ പോലെ സാധനം തരും. അതിൻ്റെ ഉള്ളിൽ നോക്കി അവിടെ പോകണമെന്നൊക്കെ അറിയാൻ പറ്റും. ഇത് അതിൻ്റെ ഫ്രണ്ട് സൈഡിലാണ്. അവിടെ ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞിരുന്നു. സൺ വേൾഡ് ബാന ഹിൽസ് എന്നൊക്കെ ഇതിൻ്റെ ഇടയിൽ കുറേ ഫോട്ടോഷൂട്ടിൻ്റെ ഏരിയ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വെച്ച് ഫോട്ടോ എടുക്കണമെന്നവർക്ക് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഏറ്റവും സത്യം. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇന്ന് എൻ്റെ ഭാഗ്യത്തിന് ഇന്ന് മഴയുണ്ടായിരുന്നില്ല. മറ്റു സാധാരണ ചെറിയ മഴയൊക്കെ ഉണ്ടാകണമെന്നാണ് കേട്ടത്. ഇന്ന് നല്ല വെയിൽ മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ ഇതൊരു ഫ്രഞ്ച് കോളനി പോലെ ആയിരുന്ന കാരണം ഒരു ഫ്രഞ്ച് ആർക്കിടെക്ചറാണ് ഇവിടെ എല്ലാം അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു മിഡീവൽ ഫ്രഞ്ച് ലുക്ക് ഇവിടെ വരുത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അത് ഇവിടം തൊട്ട് അങ്ങ് ഉള്ളിലൊരു ഫ്രഞ്ച് വില്ലേജ് ഉണ്ട്. ആ വില്ലേജ് കംപ്ലീറ്റ് മിഡീവൽ ഫ്രഞ്ചാണ് ആർക്കിടെക്ചറാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഒരു ബ്രൂവറി ഉണ്ട്. ഒരു വൈൻ സെല്ലാറുണ്ട്. അത് 19th സെഞ്ച്വറിയിൽ തന്നെ ഫ്രഞ്ചുകാർ പണിത വൈൻ സെല്ലാറാണെന്നാണ് പറഞ്ഞത്. അവിടെ പോയി നമുക്ക് വൈനെ കുടിക്കാം. പിന്നെ ഒരു തീം പാർക്കുണ്ട്. പിന്നെ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു ഉണ്ട്. പിന്നെ നമുക്ക് അവിടെ ഭക്ഷണം കഴിക്കാം. ഇതിപ്പോൾ ഇവിടെ നിന്ന് കേബിൾ കാറിലാണ് പോകണം. ഈ കേബിൾ കാറിനൊരു പ്രത്യേകതയുണ്ട്. 5500-ഓളം ലെങ്ത് ഉണ്ട്. ഇത് വേൾഡ് റെക്കോർഡുള്ള ഒരു കേബിൾ കാറാണ്. ഈ കേബിൾ കാറിൽ പോകുന്ന അത്രയും ദൂരം നമുക്ക് കേബിൾ കാറിൽ പോയി കൊതി മാറുമെന്ന് പറഞ്ഞാൽ ശരി. അതിന് 5500 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ എന്തോരം ദൂരം ഉണ്ടെന്നുള്ളത്. അപ്പോൾ അത്രയും ദൂരം നമുക്ക് വേൾഡ് റെക്കോർഡ് കിട്ടിയ ഒരു ദൂരമുള്ള ഒരു കേബിൾ കാറാണത്. ഇപ്പം ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഒരു 5-6 പേരിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. കാരണം തിരിച്ച് ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്ന കുറേ സമയം അധികം ആൾക്കാരുണ്ടാവില്ല. നല്ല ഹൈറ്റാണ് കേട്ടോ. നമ്മളിപ്പോൾ പോണത് 1500 മീറ്റർ ഹൈറ്റിലേക്കാണ് പോകണമെന്ന് ഓർക്കണം. അപ്പോൾ ടെമ്പറേച്ചർ വളരെ കുറഞ്ഞ് വരികയാണ്. അടിയിൽ ചൂടുണ്ടായിരുന്നു, പക്ഷേ മുകളിലേക്ക് എത്തുന്ന ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടിരിക്കും. ആ കാണുന്നത് ഒരു മാർബിൾ മലയാണ്. ഇവിടെ എല്ലാം മാർബിൾ ഉള്ള മലയായിരിക്കും എന്ന് മനസ്സിലാക്കുക. അവിടെ ഈ കാണുന്നത് കണ്ടാറില്ലേ, നമുക്കൊരു മാർബിൾ ലുക്ക് ഉണ്ടല്ലോ. ഇതിപ്പോൾ പൊളിച്ച് കഴിഞ്ഞാൽ മാർബിൾ കിട്ടും. കുറേ ദൂരമുണ്ട്. ഞാൻ ഫുൾ ദൂരം എടുത്തിട്ടില്ലെങ്കിലും അത്യാവശ്യം കാണാൻ പറ്റിയ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇഷ്ടം പോലെ കേബിൾ കാർസാണ്. നമ്മളിവിടെ മലമ്പുഴയിലൊക്കെ കണ്ടിട്ടുള്ളൂ. കേരളത്തിൽ അധികം കേബിൾ കാറുള്ള സംഭവങ്ങളില്ല. ഇതൊരു വലിയൊരു ബിൽഡിങ്ങാണ്. അതിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ തന്നെ അത് കാണാൻ നമ്മളൊരു പ്ലെയിനിൽ പോകുന്ന പോലെയൊക്കെ തോന്നും. ഇത് നല്ല വെയിലായാലും ക്ലിയറാണ്. എല്ലാം ക്ലിയർ വിഷനുള്ള സംഭവമാണ്. ദൂരെ കാണുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ, ഗോൾഡൻ ബ്രിഡ്ജ്. 2 സ്റ്റോൺ ഹാൻഡിൻ്റെ ഇടയ്ക്ക് 150 മീറ്റർ ദൂരത്തിൽ കിടക്കുന്നതാണ് ഈ ഗോൾഡൻ ബ്രിഡ്ജ്. ഗോൾഡൻ കളറൊക്കെ അടിച്ചിട്ടുണ്ട്. ഇവിടെ ശരിക്കും അതിരാവിലെയാണ് എത്തേണ്ടത്. അതിരാവിലെ മഞ്ഞിൻ്റെ ഇടയ്ക്ക് വന്ന് നിൽക്കുകയാണെങ്കിൽ അത് ആൾക്കാരുണ്ടാവില്ല എന്നാണ് കേട്ടെ. നല്ല ചെറിയൊരു മഞ്ഞുണ്ടാവും. നല്ല രസമായിരിക്കും. ഞാനിപ്പോൾ അതിരാവിലെ എത്താൻ പറ്റിയില്ലെങ്കിലും ഇപ്പോഴും 9:30 ആയപ്പോഴേക്കും എത്തി.
ഇനി ആ ദൂരെ കാണുന്ന ഹോള് പോലെ കാണുന്ന ഉള്ളിലേക്കാണ് നമ്മൾ കയറി പോണത്. ദൂരെ തന്നെ ക്യാസിൽ പോകുന്ന സ്ഥലമൊക്കെയാണ്. ഫാൻറ്റസി തീം പാർക്കാണ് കാണുന്നത്. ഉച്ചയ്ക്കത്തെ ഭക്ഷണം അടക്കമാണ് ഞാൻ വന്നേക്കണം. ഭക്ഷണത്തിന് കൂപ്പണൊക്കെ കിട്ടിയിട്ടുണ്ട്. ടിക്കറ്റ് എടുത്താണ് വന്നത്. ഇവിടെ കയറാൻ തന്നെ എത്ര 1,20,000 രൂപ കണ്ടെന്ന് തോന്നുന്നു. 20,000 VND ആണെന്നാണ് എൻ്റെ ഓർമ്മയെന്ന് ഞാൻ പറയുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നെ എപ്പോഴും ഹഠാത ആകർഷിക്കുമല്ലോ. അങ്ങനെ ഇവിടെ ഹഠാത ആകർഷിച്ച ഒരു ഏരിയയാണ് ഈ കാണുന്നത്. അതായത് ഇവരെ വാളുണ്ടാക്കിയത് ചെറിയ ബ്രിക്സ് ഇങ്ങനെ വെച്ചിട്ടാണ്. പ്രൊജക്റ്റ് ഔട്ട് ചെയ്ത ബ്രിക്സാണ്. നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ലൈറ്റും വയ്ക്കുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഭയങ്കര രസം. ഇതൊക്കെ ഈ ഡിസൈൻ ഉണ്ടാക്കിയാൽ ഞാൻ സമ്മതിക്കും. അതുപോലെ ഈ പില്ലർ കണ്ടില്ലേ, പില്ലറെല്ലാം ഭയങ്കര രസം. നമുക്ക് എന്തിനാ വെറുതെ പറയണേ, കാണാൻ പാടില്ലേ, കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അതിൻ്റെ രസം എന്താണെന്നുള്ളത്. ഡീറ്റെയിലിംഗ് ഔട്ട് ചെയ്ത് അടിപൊളിയാണിത്. ഈ ആർക്കിടെക്ചർ ഇതിപ്പോൾ ഫ്രഞ്ച് ആർക്കിടെക്ചർ ആയിരിക്കാം. എനിവേ ഇതിൽ ടിമ്പറുണ്ട്, പിന്നെ ബ്രിക്കുണ്ട്, പിന്നെ ഇടയ്ക്ക് ലൈറ്റ് ഉണ്ട്. അടിയിലൊക്കെ കോട്ട സ്റ്റോൺ പോലത്തൊരു സാധനം വെച്ചിരിക്കുന്നത്. മുകളിലേക്കുള്ള എലിവേറ്റർ പോലും അവർ ലൈറ്റ് ഇട്ടേക്കുന്നത് നല്ല രസമായിട്ടുണ്ട്. ഇങ്ങനെ 2-3 നിലയിലേക്ക് നമ്മളിങ്ങനെ എലിവേറ്റർ വെച്ച് കയറുകയാണ്. അങ്ങനെ മൂന്നാമത്തെ തേർഡ് ഫ്ലോറിലേക്ക് നമ്മളൊരു ക്യാസിൽ പോലെ സ്ഥലത്തേക്കാണ് ഇറങ്ങുന്നത്. ഇപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ വർണ്ണിക്കേണ്ട കാര്യമില്ല. ഈ കാഴ്ച തന്നെ ഏറ്റവും വലുത്. ഇതിൻ്റെ റൂഫൊക്കെ കണ്ടാൽ തന്നെ കൊതിയാവും ശരിക്കും പറഞ്ഞാൽ. നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുക തന്നെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഫുള്ള് വുഡാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നടക്കാൻ തന്നെ ഭയങ്കര രസമായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ കൂടെ. ശരിക്കും നമ്മുടെയൊക്കെ വീടിൻ്റെ ഉൾവശമൊക്കെ ഇങ്ങനെയായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു തന്നെ. പക്ഷേ കാശ് കൊടുക്കുന്ന കാര്യം ഓർക്കുമ്പോഴാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനൊരു സർഫസ് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ലൈറ്റിങ്ങും ആ ഒരു വാളിൻ്റെ ഏരിയയും കാണാൻ നല്ല രസമുണ്ട്. തൊടാൻ പറ്റില്ല എന്നല്ല, കണ്ട് രസിക്കാം. തൊട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവും, ഇഷ്ടം തന്നെയാണെന്ന് മനസ്സിലാവും. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്കുന്ന പോലെയാണ്. റോമൻ ആർക്കിടെക്ചറൊക്കെ വരുന്ന ഒരു സ്റ്റൈലിലാണ് വരുന്നത്. ഒരു റോമൻ കൊട്ടാരത്തിൽ നമ്മൾ പണ്ട് പോയെങ്കിൽ എങ്ങനെയായിരിക്കും ആ അനുഭവമാണ് ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ പോലത്തെ തന്നെ മേൽക്കൂരയും റൂഫും വാൾസും എല്ലാം. എല്ലാ സ്ഥലത്തും റോമൻ ആൾക്കാരുടെ ചെറിയ ഒരു പ്രതിമകളൊക്കെ കാണാം. ഇവരൊരു ബാത്റൂം പോലും കാണാൻ രസമാണ്. ബാത്റൂം പോലും അങ്ങനെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. റോമൻ പടയാളികൾ നിൽക്കുന്നത് കണ്ടില്ലേ, പണ്ട് കാലത്തെ റോമൻ മെഡീവിയൽ ഫ്രഞ്ച് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രാൻസ് ആയിരിക്കാം. പക്ഷെ നമുക്ക് ഇതൊരു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണതാണ്. ഇവിടെ ഒരു മോണോറെയിലുണ്ട്. അപ്പോൾ ഞാനോടത്ത് എൻ്റെ ടിക്കറ്റ് ഉള്ളതായിരിക്കും അതിന് ഓടിപ്പോയി നിന്നാണ്. ക്യൂ ഒക്കെ നിന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് മനസ്സിലായി അതിന് വേറെ കാശ് എടുക്കണമെന്ന്. അതുകൊണ്ട് പോയ പോലെ തന്നെ തിരിച്ചെത്തി. പക്ഷേ എനിക്ക് അങ്ങോട്ട് കയറി പോണ വഴി നല്ല രസമുണ്ട്. ടെലിഫോൺ ബൂത്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പഴയ പോലെ തന്നെ. ഇതാണ് ആ ക്യൂ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കുറേ പേര് ഇങ്ങനെ ഇറങ്ങിപ്പോണ്ട്. അപ്പോൾ എന്നെപ്പോലെ കുറേ പേര് ഇങ്ങനെ വന്നിട്ട്, കാരണം അവരെല്ലാവരും ഓർത്ത് ആ ടിക്കറ്റിൽ അതൊക്കെ ഇൻക്ലൂഡ് ആണെന്ന് ഓർത്തുകൊണ്ടായിരിക്കാം. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന കാരണം അപ്പം തന്നെ ബാത്റൂമിലേക്ക് പോകുന്നോർത്ത് ബാത്റൂമിൽ പോയി കണ്ടപ്പോൾ അതിനും ഒരു പ്രത്യേകത. അതായത് ഈ സ്റ്റോണൊക്കെ വെച്ചിട്ട് അത് ലേഡീസിൻ്റെ ബാത്റൂം, ഇത് ജെൻസിൻ്റെ ബാത്റൂം. ജെൻസിൻ്റെ ബാത്റൂമിലേക്ക് കയറുമ്പോൾ യൂറിനൽസാണ് ഈ കാണുന്നത്. ഇത് ഇങ്ങനെ കാണാനുള്ള ഭാഗ്യം പെണ്ണുങ്ങൾക്കുണ്ടായില്ലെങ്കിൽ അവർക്കാണ് കണ്ടുകൊടുത്താണ് ഞാനിപ്പോൾ ഇതിനുള്ളിൽ വീഡിയോ എടുത്തിരിക്കുന്നത്. കാരണം ആൾക്ക് മാത്രമല്ലേ ഇതിൻ്റെ ഉള്ളിൽ പ്രവേശനമുള്ളൂ. എനിവേ അവിടെ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു 9 ലെവൽസ് ഓഫ് ഗാർഡൻ, ടൈപ്സ് ഓഫ് ഗാർഡൻ ഉള്ളൊരു ഏരിയയാണ് ഈ കാണുന്നത്. 9 ടൈപ്പാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വെറൈറ്റി ഫ്ലവേഴ്സും ടൈപ്സ് ഓഫ് ഗാർഡനും, അതിൽ ജപ്പാൻ ഗാർഡൻ, അങ്ങനെ പല പല രാജ്യങ്ങളുടെ ഗാർഡൻ ഉണ്ട്. ഇതെല്ലാം ഒരു ക്യാസിൽ മോഡൽ പണിത് വെച്ചിരിക്കുകയാണ്. ഒരു പഴയ പുരാതനമായ ഫ്രാൻസിൽ ഉള്ള ക്യാസിൽസ് പോലെ. ഈ പൂക്കളൊക്കെ ഇവരെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ കാഴ്ച ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇവരുടെ ഹാർഡ് വർക്കും ചെയ്യുന്ന ആൾക്കാരെന്ന് മനസ്സിലായി. ഇപ്പോൾ ഇവിടെ ഉള്ളവർ ഈ ഗാർഡൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള ഉത്തരം നമുക്ക് അതിൽ തന്നെ അറിയാൻ പറ്റും. ഈ പെണ്ണിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കൊത്തി വെച്ചിരിക്കുന്ന നല്ല രസം ഉണ്ടാക്കണം. ഇപ്പോൾ എന്ന് വെച്ചാൽ ചുവന്ന ഉൾപ്പെട്ട കണ്ണല്ല, പുറകിൽ ആ ഒരു സ്കൾപ്ചർ ഐഡിയ ഞാൻ പറഞ്ഞത്. ഈ കാണുന്ന ബാനാ ഹിൽസ് എന്നുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഫോട്ടോഷൂട്ട് നടത്താം. ഇവിടെ എവിടെ വെച്ച് ഫോട്ടോ നടത്തിയാലും ഭംഗിയായിരിക്കും. ഇപ്പോൾ നമ്മളെ കാണാൻ ഭംഗി ഇല്ലെങ്കിലും ഈ ചുറ്റുപാട് ഭംഗിയുള്ളാരും നമ്മൾ ഭംഗിയായിട്ട് മാറും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഏരിയയാണിത്. എവിടെ വെച്ച് ആര് നടത്തിയാലും നല്ല ഭംഗിയുള്ള ഫോട്ടോ കിട്ടും. അപ്പം അങ്ങനെ ഒരു ഏരിയയിലാണ് ഞാനിപ്പോൾ എത്തിപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇതാ കാണുന്ന ഒരു ഫാൻറ്റസി പാർക്കാണ്. നമ്മൾ അവിടെയും പോകുന്നുണ്ട്. ഇവിടെ നിന്ന് കണ്ടാൽ താഴ്വാരങ്ങൾ കാണാം. ഈ പോകുന്ന വഴിക്ക് കേബിൾ കാണാം. ദൂരെ കാണുന്ന കേബിൾ കാറാണ്. ഇവിടെ അടുത്ത് തന്നെ നമ്മളൊരു മോണോറയിൽ പോകുന്നതും കാണാൻ പറ്റും. എനിക്ക് കയറാൻ പറ്റിയില്ലെങ്കിലും ദൂരെ നിന്ന് കണ്ടു. ട്രെയിൻ പോകുന്നത് ഞാൻ കണ്ടു അവസാനം. അതിനുള്ള ഭാഗ്യം കിട്ടിയെന്ന് പറയാം. ശരിക്കും ഇതൊരു പഴയ ഒരു കൊട്ടാരത്തിൽ, നമ്മൾ ഈ ഫാൻറ്റസി കൊട്ടാരങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ, നമ്മുടെ എന്താ പറയുക,
മിക്കി മൗസിൻ്റെ പോലത്തെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കാണുന്ന പോലത്തെ ആ ഒരു ഏരിയ എത്തിപ്പെട്ട പോലെ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഹാരി പോട്ടറുടെ ഒരു കൊട്ടാരത്തിൽ എത്തിപ്പെട്ട പോലെയൊക്കെ ഒരു അനുഭൂതി തോന്നുന്നു. പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ വെയിലൊക്കെ ഞാൻ മറന്നു. കാരണം ഇത്ര നല്ല രസമുള്ള സ്ഥലങ്ങളെത്തുമ്പോൾ പിന്നെ വെയിൽ നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് മനസ്സിലാവാത്തത് ഇതെങ്ങനെ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളതാണ്. അത്രയ്ക്ക് ഹാർഡ് വർക്കിംഗ് ആയിട്ട് അവർ ദിവസവും ഇത് പ്രൂൺ ചെയ്യുന്നുണ്ടാവും. ചെറിയ ഫൗണ്ടൻസ് ഉണ്ട്. ഇതൊക്കെ എങ്ങനെ പണിതു എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും ഹാർഡ് വർക്കിൻ്റെ പിന്നിലും നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇവരിപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യുന്നു ഫോർ ഗാർഡനിങ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ കാണാണ്ടെന്നാണ് പറഞ്ഞത്. ഒരു 6-7 മണിക്കൂറെങ്കിലും നടന്ന് കാണാനുള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞത്. ഞാനത് 2-3 മണിക്കൂറിൽ കണ്ടെടുക്കാനുള്ള ശ്രമമാണ് ഇതെല്ലാം. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കണം. ദൂരെ കാണുന്നത് മലകളാണ്, ചുറ്റുമുള്ള മലകളാണ്. ഐസ് മല ഉണ്ടാകാൻ വഴിയില്ല, പക്ഷെ അതിലൊക്കെ തോന്നുന്നു കണ്ടു കഴിഞ്ഞാൽ. പിന്നെ ഈ കൊട്ടാരങ്ങൾ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ കൊട്ടാരങ്ങൾ കണ്ടിട്ടും മതിയാവുന്നില്ല എന്നുള്ളത്. ഈ കൊട്ടാരത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആകാശം കാണുമ്പോൾ, അല്ലെങ്കിൽ ആകാശത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ കൊട്ടാരങ്ങൾ കാണുമ്പോൾ ഭയങ്കര രസമാണ്. അതിപ്പോൾ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും രാത്രി ആയാലും രസമായിരിക്കും. ഇതേ കാണുന്നതാണ് ഒരു ട്രെയിൻ, അങ്ങേറ്റത്തെ ട്രെയിൻ പോണ കാണാം. ഇത് ഈ പോകുന്ന ട്രെയിനാണ്. അപ്പോൾ എനിക്ക് ട്രെയിനിൽ പോകാൻ പറ്റിയില്ല. പോകാത്ത നന്നായി, അതായത് എനിക്ക് അത്ര സമയം ലാഭിക്കാൻ പറ്റി. പിന്നെ ഞാൻ ഈ കാണുന്നത് ഒരു ഹെഡ്ഫോണാണ്. ഈ കാണുന്നത് അവർ സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കി വെച്ചത്. ഇതൊരു പിയാനോ. ഈ പിയാനോ വായിക്കാൻ വേണ്ടി ഞാൻ കുറേ വെയിറ്റ് ചെയ്തു. പക്ഷേ ആ തള്ള അവിടെ നിന്ന് മാറാത്ത കാരണം എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. അത് മാറിക്കഴിഞ്ഞപ്പോൾ വേറെ പെണ്ണ് വന്ന് കയറിയിരുന്നു. പിന്നെ അങ്ങനെ എൻ്റെ സമയം കൊണ്ടാലും ഞാൻ അങ്ങോട്ട് പോയില്ല എന്ന് മാത്രം. അങ്ങനെ നമ്മുടെ ഇൻസ്ട്രുമെൻസിൻ്റെ കുറേ സ്റ്റോൺ സ്കൾപ്ചേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് പയ്യെ ഇറങ്ങാൻ നോക്കി. പിന്നെ ഞാൻ ഒന്നുകൂടെ പോയി നോക്കാൻ നോക്കി. പക്ഷേ ഇവരാരും മാറി തരുന്നില്ല. കാരണം ഫോട്ടോ എടുത്തങ്ങ് മാറുമല്ല, അവിടെ തന്നെ നിൽക്കുവാണ്. അപ്പോൾ മറ്റുള്ളവർ കയറിയാത്ത ആൾക്കാരെന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ നോക്കി തന്നെ സമയം പോകും. പിന്നെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരാളൊരു കല്ലെടുത്ത് പിടിച്ചിരിക്കുന്നുണ്ടോ, അയാൾ എത്ര കൊല്ലമായിട്ട് അവിടെ കല്ലെടുത്ത് നിൽക്കുകയെന്ന് ഞാൻ ആലോചിച്ചു. ദൂരെ നിന്ന് നോക്കിയപ്പോൾ ഒരു 5 പൂച്ച ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ പൂച്ചയുടെ അടുത്ത് കാണുമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. ഞാൻ അടുത്തേക്ക് പോവുകയാണ്. മോണോറയിൽ മുകളിൽ നിന്ന് കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഈ കല്ലെടുത്ത ആളത് ഇപ്പോഴും കല്ലെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ 5 പൂച്ചകളെ ഞാൻ അടുത്ത് പോയി കണ്ടപ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ ഹോളിലേക്കാണ് നമ്മൾ കയറുന്നത്. ആ ഹോളിൻ്റെ നടുക്ക് ഒരു പെണ്ണിങ്ങനെ അവരുടെ വലിയൊരു ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. ആ പെണ്ണ് അത് ഡ്രസ്സ് മാത്രമേ ഇട്ടുള്ളൂ. അത്